Watch full episodes on Jio Hotstar. പേടിക്കേണ്ട ആവശ്യമില്ല, ഒന്നും സംഭവിക്കില്ല കേട്ടോ. അതെ ശിവ, നീ ഇത് കണ്ടോ? നമ്മുടെ മുന്നിൽ ഒരു ട്രക്ക് വന്നോണ്ടിരിക്കുന്നത് കണ്ടില്ലേ? എടോന്ന് മാറ്. അങ്ങനെ ഞാൻ രക്ഷപ്പെട്ടു. താങ്ക് യു ശിവ, താങ്ക് യു വെരി മച്ച്. ഡോണ്ട് വറി ലെഡി സിംഗ് സർ, ലാൻഡ് ചെയ്യാനായിട്ടുള്ള ശരിക്കുള്ള സ്ഥലം ഞാൻ നോക്കുവാണ്. ഗൈസ്, മിഷൻ സക്സസ്ഫുൾ. ഇന്ന് ടെൻഷൻ കാരണം ഞാൻ ഒരുപാട് കഴിച്ചു. നോട്ട് എ പ്രോബ്ലം. നിനക്ക് വേണ്ടി വെച്ച പകുതി ഭാഗം ഞങ്ങൾ. ശിവ വീണ്ടും സാധിച്ചിരിക്കുന്നു. ശിവയെ സമ്മതിച്ചേ പറ്റൂ. ശിവ വീണ്ടും നഗരത്തെ രക്ഷിച്ചിരിക്കുകയാണ്. അതെ, വേഗം അകത്ത് വാ. നിന്റെ ഫ്രണ്ട് ശിവയെ ന്യൂസിൽ കാണിക്കുന്നു. പോലീസിന് സംശയമുണ്ട്. ഇന്നത്തെ അപകടത്തിന് കാരണം മൊബൈലിലുള്ള ഗാലക്സി വാർത്താണ്. ഇപ്പോഴത്തെ ചെറുപ്പക്കാർ അതിനടിമയായിരിക്കുകയാണ്. ശരിക്കും രോഹിത് ചേട്ടനെ പോലെ തന്നെ. രോഹിത് ചേട്ടൻ എവിടെ പോയി? ഇപ്പൊ ഇവിടെ ഉണ്ടായിരുന്നല്ലോ. അതായത് ഇവിടെ ഉണ്ടായിരുന്നു. ഞാനും ദേവി കാണായിരുന്നു. നമ്മൾ അകത്ത് വന്നപ്പോൾ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നല്ലോ. പക്ഷെ ഇപ്പൊ ഇവിടെ തന്നെ കാണുന്നേ. ചിലപ്പോ ബാത്റൂമിൽ പോയിട്ടുണ്ടാവും, ചിലപ്പോ അടുക്കളയിലായിരിക്കും. രോഹിത് ഏട്ടാ, ഏട്ടാ, രോഹിത് ഏട്ടാ. രോഹിതന്റെ ഫോൺ ലെവൽ ഫെയിൽഡ്, ട്രൈ അഗൈൻ. പക്ഷെ ഈ രോഹിത് ഏട്ടൻ എവിടെയായിരിക്കും? ടെൻഷൻ അടിക്കണ്ട, വരൂ നമുക്ക് ഇവിടെ എല്ലാം അന്വേഷിക്കാം. രോഹിത് കണ്ടുപിടിച്ചോ? ഇവിടെയും കാണുന്നില്ല. രോഹിത് ചേട്ടൻ ഇവിടെ എവിടെയും ഇല്ലല്ലോ. പെട്ടെന്ന് ഇങ്ങോട്ടോ പോയത്? എന്താ ഇത്? താഴെ എന്റെ പുട്ട് പോയി. ഇന്ന് എനിക്കൊരു തല്ലിപ്പൊളി ദിവസമാണല്ലോ. എന്താ പറ്റിയത് സാറേ? ലഡു സിംഗ് സാറേ, ആ ചെറുക്കനെ എല്ലാവരും മൂടൊന്ന് ഓഫാക്കി. അവനെ കണ്ടുപിടിച്ചോ നിങ്ങള്? അവന്റെ പേര് എന്റെ മുന്നിൽ പറയരുതേ. അവനെ ഏത് പോലീസിന് പിടിക്കാൻ പറ്റില്ലെങ്കിലും അവൻ ഏത് മൂലയിൽ പോയാലും ഞാൻ അവനെ പിടിച്ചിരിക്കും. ഇവിടുന്ന് 50 കിലോമീറ്റർ വളരെ ദൂരം പോയാലും ഒരു കള്ളൻ മോഷ്ടിക്കാൻ പോയാൽ അവിടുത്തെ ആൾക്കാർ പറയും, രോഹിത് ഏട്ടന്റെ മൊബൈലിൽ എന്തോ ചെക്ക് ചെയ്യാറുന്നല്ലോ. അല്ല, ഇതെന്താ സംഭവിക്കുന്നേ? പെട്ടെന്ന് എങ്ങനെ എല്ലാരും കാണാതാവുന്നേ? എല്ലാവരും കാണാതാവുന്നതിലും ഈ ഗെയിമും തമ്മിൽ എന്തോ ബന്ധമുണ്ടെന്ന് തോന്നുന്നു. ചേട്ടനും ആദ്യം ഈ ഗെയിമിന്റെ ലെവൽ ക്രോസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഞാൻ ഈ ഗെയിം ലൂസ് ചെയ്ത് നോക്കട്ടെ. ചിലപ്പോ തെളിവ് കിട്ടിയാൽ. ബെസ്റ്റ് ഓഫ് ലക്ക് ശിവ. ആ, ഞാനിതെവിടെ എത്തിയത്? ഹലോ രേവോ, യുഡി, ക്യാൻ യു ഹിയർ മീ? രേവോ, യുഡി, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ഹലോ, ഹലോ, ഹലോ. ആദി, ആദി. ഞാനിവിടെ ഉണ്ടല്ലോ, ഞാനിവിടെ ഉണ്ടല്ലോന്ന്. ആർക്കും ഇവിടെ ഒന്നും സംഭവിക്കില്ല. ഹലോ ശിവ, ഹലോ, എന്തെങ്കിലും പറയേ. ശിവ, ആൻസർ മീ. ഹലോ. അതെ സാറേ, എനിക്കറിയാം ഇതാരാ ചെയ്യുന്നതെന്ന്. ആരാണ്? ഭൂതമാണ്. എന്താ പറഞ്ഞ? ഭൂതമോ? ഭൂതം? ആ, സാറ് ഭൂതത്തിനോട് സംസാരിക്കണം. കുട്ടികളെ തിരിച്ചയക്കാൻ പറയണം. എന്താ പറഞ്ഞ? എടോ പേടാറാം, എനിക്ക് ഫോണിൽ പോലും ഒന്നും മര്യാദക്ക് സംസാരിക്കാൻ കഴിയില്ല. എനിക്ക് എങ്ങനെയാണോ ഭൂതത്തിനോട് സംസാരിക്കാൻ പറ്റുക? ശിവ ഇപ്പൊ എന്റെ കൂടെ ഇല്ലല്ലോ. ഭൂതം ചേട്ടാ, ഭൂതം ചേട്ടാ.
സംസാരിച്ചേ മതിയാവോ സാർ, അല്ലെങ്കിൽ കുട്ടികൾക്ക് തിരിച്ചു വരാൻ പറ്റില്ല. രേവാണി കാണാതെ. ഇത് ഭയങ്കര അപകടം പിടിച്ച സ്ഥലം തോന്നുന്നു. രേവയും യൂടി ആ ഗെയിം കളിക്കാതിരുന്നാ മതിയായിരുന്നു. അല്ല ഇതെന്താ? എന്താ സംഭവിക്കുന്നേ? ഇതെന്താ ഇങ്ങനെ അനങ്ങിക്കൊണ്ടിരിക്കുന്നേ? അല്ല ഇതെന്താ ഇത്? ഞാൻ എങ്ങോട്ടായി പോകുന്നേ? ഇതെന്താ താഴേക്ക് പോകുന്നത്? ഓ എന്താ ചെയ്യാ? ഞാൻ എങ്ങോട്ടായി പോകുന്നേ? ഇതെന്തൊക്കെയത്? ഓ മൈ ഗോഡ്! ഇതൊക്കെ എന്താണ്? ഇതേത് സ്ഥലവാ? ഇതൊക്കെ എന്താ? ഓ നോ! Subject ready for transformation. Help! Help! രക്ഷിക്ക് എന്റെ അച്ഛാ. യൂടി! ശിവ ശിവ രേവ, എനിക്ക് വീട്ടിലേക്ക് പോണം, വിശക്കുന്നുണ്ട്. അല്ല നീ ഇവിടെ എന്താ ചെയ്യുവാണ്? Did you all miss me? ആ രേവ നീയും വന്നോ? നിങ്ങൾ ഇവിടെ എന്തിനാ വന്നത്? നിന്നെ അതിനെ ഞങ്ങൾ എങ്ങനെയാ ഒറ്റയ്ക്ക് വിടുക? കൂടാതെ നിന്റെ ഇയർഫോൺ കൂടി കണക്ട് ആവുന്നില്ലായിരുന്നോ? ഹലോ ആദി, കമിൻ ആദി, ആദി കമിൻ. നമ്മുടെ ഇയർഫോൺസ് ഒക്കെ കണക്ട് ആവുമ്പോ പിന്നെ ആദിയുടെ ഇയർഫോൺസ് കണക്ട് ആവുമല്ലോ. ഇവനെന്താ ഒന്നും മിണ്ടാത്തേ? ശിവ ഇതെന്താ? എവിടെയാ പറ, എനിക്ക് പേടിയാവുന്നു ശിവ. ഡോണ്ട് വറി യൂഡി, ഒന്നും സംഭവിക്കില്ല. ഇവിടുന്ന് നമുക്ക് എത്രയും പെട്ടെന്ന് പോകാൻ പറ്റൂ. അതെ, ലഡ്ഡു സിംഗ് ഞാനിത് സാറ് എവിടെയാ? വന്നല്ലോ. ഞാനിവിടെ കുടുങ്ങിപ്പോയി. ഞാൻ കുടുങ്ങിയിരിക്കുകയാണ്. Dimension miscalculation detected. Extending pod. ഇതെന്തൊക്കെയാ സംഭവിക്കുന്നേ? ഞാനൊന്ന് ചെക്ക് ചെയ്യട്ടെ. എന്തോ കുഴപ്പമുണ്ട് ഗൈസ്. എല്ലാവരും ലേസർ കൊണ്ട് ഇഞ്ചക്ഷൻ ചെയ്യാണ്. സ്വയം രക്ഷ നേടിയേ പറ്റൂ. ആ ഷൂസ്, നിങ്ങളുടെ ഷൂസ് അഴിച്ച് തലയിൽ വെക്ക്. ലേസർ ഇഞ്ചക്ഷൻ നേരെ തലയിലാ വിടുന്നത്. എന്റെ തലയ്ക്ക് മീത തൊപ്പിയുണ്ട്. എനിക്കൊന്നും സംഭവിക്കില്ല. വരുന്നത് വരട്ടെ. Transformation complete. Disembark. Destination arrived. അയ്യോ, ശിവ എവിടെയാ? ശിവ ശിവ എന്താ പറ്റി? ശിവ എന്റെ കാല്. Oh no! Jiva himself? ഇവനെവിടെ പോയി? എത്രയും പെട്ടെന്ന് ഇവിടുന്ന് രക്ഷപ്പെട്ട് ബ്ലേസിലേക്ക് ചെല്ലൂ. ഇല്ല, ശിവയെ തനിച്ചാക്കിട്ട് ഞങ്ങൾ
എങ്ങോട്ടും വരില്ല. നിങ്ങളുടെ ഈ ജീവൻ ആപത്തിലാക്കിയിട്ട് നിങ്ങൾ ശിവയ്ക്ക് ഒരു സഹായം ചെയ്യാൻ പോകുന്നില്ല. നിങ്ങൾ സുരക്ഷിതരാണെന്ന് ഞാൻ അറിഞ്ഞതിന് ശേഷം ശിവനെ രക്ഷിക്കുന്ന കാര്യത്തിൽ നമുക്ക് ആലോചിക്കാം. നീ എന്നെ നേരിടാറായോ? എന്റെ വഴിന്ന് മാറിപ്പോ. ഐഡിയ ഐഡിയ ശിവ catch! ഐഡിയ യുഡി, ദേവ, ഐഡിയക്ക് പരിക്ക് പറ്റി. അവനെ എടുത്തുകൊണ്ട് നിങ്ങൾ വേഗം ബോസിന്റെ സ്പേസ്ഷിപ്പിലേക്ക് പോകൂ. ലീവ് നൗ. Come on, Ghost. ശിവ, ഞങ്ങൾ പ്ലേസിലെത്തി. നീ പെട്ടെന്ന് വാ. ഓക്കേ, വാ. കുറെ നേരമായി നീ എന്നെ കബളിപ്പിക്കുന്നു. ഇനി നോക്കിക്കോ. സുപ്രീമോ ബ്ലേസിന്റെ ടാർഗറ്റിൽ തന്നെ ഉണ്ട്. ഫയർ ചെയ്യാനായിട്ട് ഓർഡർ തരൂ. വേണ്ട, ഡോണ്ട് ഫയർ. അവന് എനിക്ക് ജീവനോട് ആവശ്യമുണ്ട്. വേഗം ചെന്ന് അവനെ പിടിക്കാൻ നോക്ക്. വിഷമിക്കല്ലേ സെലിബ്രോ, ഐഡിയക്ക് ഒന്നും ഉണ്ടാവില്ല. ഗ്രോസിനറിയാം എങ്ങോട്ടാ പോകണ്ടേന്ന്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഐഡിയ ഇവൻ ശരിയാക്കി എടുക്കും. At your service, madam. ഗോസ്റ്റ്, നീ ഒരു അറിയപ്പെടുന്ന സയന്റിസ്റ്റിന്റെ അസിസ്റ്റന്റ് ആയിരുന്നില്ലേ? What do you mean? ഒരു മികച്ച പൈലറ്റ് എന്നുപരി ഞാൻ നല്ലൊരു സയൻസ് സ്പെഷ്യലിസ്റ്റും കൂടി ആണ് കേട്ടോ. ആരും വിഷമിക്കണ്ട. ഐഡിയ ഈസ് ഇൻ സേഫ് ഹാൻഡ്സ്. എങ്ങടാ മോനെ? എന്റെ ഈ മാഗ്നറ്റിക് ഡിസ്ക് ചാർജ് ചെയ്യാൻ പോവുക. ആൻഡ് ടു ചെക്ക് ഓൺ ഐഡിയ. നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അതെ, ഈ മാഗ്നറ്റിക് ഡിസ്ക് കൊണ്ട് എന്താ പ്രയോജനം? മൈൻഡ് യുവർ ഓൺ ബിസിനസ്. വെൽ സെറിബ്രോ, നീ ഈ ബ്ലേസിലുള്ള കാര്യം നിന്റെ മദർഷിപ്പിലേക്ക് ഞാൻ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. താങ്ക് യു. Incoming video call from the Phoenix. സെറിബ്രോ, ഐഡിയ എങ്ങനെയുണ്ട്? ഗോസ്റ്റ് ശ്രമിക്കുന്നുണ്ട് ടു ഫിക്സ് ഹിം. That's good. But I have some bad news. ലൊക്കേഷൻ കോർഡിനേറ്റ്സ് ഞങ്ങൾക്ക് ഇതുവരെ ഡീകോഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. മെട്രോ സ്കെയിൽ നിന്നും ഞങ്ങളുടെ വെൽവിഷർ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഓപ്റ്റിക് ലേസർ അടുത്ത 2 മണിക്കൂറുകൾക്കുള്ളിൽ ആദ്യത്തെ ടാർഗറ്റിലേക്ക് ഫയർ ചെയ്യാൻ റെഡിയാകുമെന്ന്. എന്താ? ഞാൻ എത്രയും പെട്ടെന്ന് പോയേ പറ്റൂ, അല്ലെങ്കിൽ ജീവ നമ്മുടെ ലൊക്കേഷൻ ട്രാക്ക് ചെയ്യും.
ഈ ഓപ്റ്റിക്സ് എന്താണ് സെറിബ്രോ? ഓപ്റ്റിക്സ് ഒരു ഹൈ പവർഡ് ലേസർ ആണ്. ഇതുപയോഗിച്ച് ജീവ ഏതെങ്കിലും ഒരു പ്ലാനറ്റും സ്പേസ് ഷിപ്പിനെ അവന്റെ കൺട്രോളിൽ കൊണ്ടുവരാൻ പറ്റും. ഇല്ലെങ്കിൽ അതിനെ ഡിസ്ട്രോയ് ചെയ്യും. വീണ്ടും അപകടം വരുന്നേ. എനിക്ക് ആ കോർഡിനേറ്റ് മെസ്സേജ് വായിക്കാൻ പറ്റുമോ? അതായത് EMP ട്രിഗർ റൂംസിന്റെ കോർഡിനേറ്റ്സ്. ഈ മെസ്സേജ് സീസർ സൈഫർ ടെക്നിക്കില് എൻക്രിപ്റ്റ് ചെയ്തിരിക്കുക. ഇത് വളരെ പഴയ ടെക്നിക്കാണ് മെസ്സേജിനെ ക്രാമ്പിൾ ചെയ്യാനായിട്ട്. ബൈ സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് വൺ ലെറ്റർ ഫോർ അനദർ കോറസ്പോണ്ടിങ് ടു എ പ്രീ ഡിസൈഡിന് വേണ്ടി. ഈ മനുഷ്യനെയാണ് ഞാൻ ഇത്രയും നേരം കാത്തിരുന്നത്. വെൽക്കം ടു ദി വാസ്റ്റൻ. മനുഷ്യ, ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്ക്. ഞാൻ എന്റെ എംപയറിൽ നിനക്കൊരു ഭാഗമാകാൻ അവസരം തരുന്നു. നീ എനിക്ക് ചെയ്യേണ്ട ഒരേ കാര്യം ആ ചെറുക്കന്റെ വീക്ക്നെസ് പറഞ്ഞു തരൂ. ഇവൻ ആ ഫോട്ടോ നോക്കിയില്ലെങ്കിൽ ഞാൻ എങ്ങനെയാണ് അവന്റെ മെമ്മറി റിക്കവർ ചെയ്യുന്നത്? മനുഷ്യ, എനിക്ക് വിട്ടേക്ക്. ഇനി ആരും ഇവനെ പിടിക്കേണ്ട ആവശ്യമില്ല. ലേസേഴ്സ് മനുഷ്യന്റെ അകത്ത് പ്രതീക്ഷിക്കാത്ത മാറ്റമാണ് ഉണ്ടാക്കിയത്. മൈൻഡും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, ബോഡിയും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. എന്നെ എണിപ്പിക്കും മണ്ടന്മാരെ. പക്ഷെ ആരും ഇവനെ തൊടാൻ പാടില്ല. സുപ്രീമോ MJ, നിങ്ങളെ സഹായിക്കാതെ ഞങ്ങൾ എത്തിക്കഴിഞ്ഞു. വാവ് ശിവ, ഇത് നല്ല അടിപൊളിയായിരിക്കുന്നല്ലോ. നീ എത്ര പെട്ടെന്ന് ആ കോഡിനെ ട്രാക്ക് ചെയ്തിരിക്കുന്നേ? സീക്രട്ട് മെസ്സേജ് അയക്കാനായിട്ട് സീസർ സൈബർ വളരെ പഴയ കോഡാണിത്. ജൂലിയസ് സീസർ വരെ ഇത് ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹം +3 ടു ദി റൈറ്റ്സ് കോഡിൽ നിന്നും സ്വന്തം മെസ്സേജസ് സ്ക്രാമ്പിൾ ചെയ്യുമായിരുന്നു. അതായത് അദ്ദേഹത്തിന്റെ ഓരോ ലെറ്ററും റൈറ്റിലുള്ള തേർഡ് ലെറ്ററിനെ റീപ്ലേസ് ചെയ്യുമായിരുന്നു. അതുകൊണ്ട് A D ആക്കും. അങ്ങനെ തുടരുന്നു. ആഹാ, അപ്പൊ ചിലപ്പോഴൊക്കെ വളരെ ഈസി ആയിട്ടുള്ള സൊല്യൂഷൻ പോലും ഡിഫിക്കൽട്ട് ആയിട്ട് മാറുന്ന രീതിയിലാക്കും. കാരണം നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല, ആൻസർ വന്ന് വളരെ എളുപ്പമായിരിക്കും അല്ലേ? ഞാൻ ഉറപ്പിച്ചു പറയാ, കോഡ് ഉണ്ടാക്കിയ ആള് ഈ ലോജിക്ക് തന്നെയായിരിക്കും അപ്ലൈ ചെയ്തത്. ഐഡിയ ഇപ്പൊ നിനക്ക് ശരിയായോ? താങ്ക് ഗോഡ്. സീരിയസ്ലി, ഇത്രയും കഷ്ടപ്പെട്ട് ജോലി ചെയ്ത ആൾക്ക് ഒരു താങ്ക്സും ഇല്ലല്ലോ. മനുഷ്യന്മാരൊക്കെ എന്ത് ചീപ്പാ. ഇപ്പൊ നിനക്കും താങ്ക് യു ടു യു. താങ്ക് യു ശിവ. നീ പറഞ്ഞ കോർഡിനേറ്റ്സ് അനുസരിച്ച് ട്രിഗർ റൂം മെട്രോസ്കേയുടെ വെസ്റ്റ് വിങ്ങിലാണ്. ഈ റൂമിന്റെ അടുത്തുള്ള കോറിഡോർ ഷ്രിങ്ക് ആയിക്കൊണ്ടേയിരിക്കും. അതിലൂടെ പോകുന്ന ആൾക്കാരെ അത് തവിടുപൊടിയാക്കിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് അവിടം വരെ എത്താൻ ഹൈ ക്യാപ്സ്യൂൾസിന്റെ ആവശ്യമുണ്ട്. അത് ഈസ്റ്റ് വിങ്ങിലാണുള്ളത്. ഓൾ ദി ബെസ്റ്റ്. ശിവ, ഇത് ഭയങ്കര ഡേഞ്ചർ ആണെന്ന് തോന്നുന്നു. അതേ ഉടി, പക്ഷേ ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ. അക്കോർഡിംഗ് ടു മൈ കാൽക്കുലേഷൻസ്, ഒരു മനുഷ്യന്റെ ജീവൻ രക്ഷിക്കാനുള്ള കൂടുതൽ ചാൻസ് എന്താണെന്ന് വെച്ചാൽ എയ്റോപ്ലെയിനിൽ നിന്നും പാരഷൂട്ട് ഇല്ലാതെ ചാടുമ്പോഴാണ്, ആസ് കമ്പയർ ടു അവർ ചാൻസസ് ഓഫ് മേക്കിംഗ് ഇറ്റ് ത്രൂ മെട്രോസ്ക. നിങ്ങളൊക്കെ എർത്ത് വിട്ട് വരുമ്പോൾ ഐ എം ഔട്ട്. എങ്ങനെയാണോ ബ്ലേസിലെ ഇൻവിസിബിൾ ഷീൽഡ് കുറച്ച് സമയത്തിനകം ഡിസ്ചാർജ് ആകുന്നത്, ആ മിഷൻസ് ഒക്കെ നമ്മൾ തീർച്ചയായും പിന്തുടരും. നിങ്ങളെല്ലാരും അവരുടെ കയ്യിൽ ഏൽപ്പിച്ച് ഞാൻ രക്ഷപ്പെടും. അത് തന്നെയാണ് എന്റെ പ്ലാൻ ഗായ്സ്. നിങ്ങളെല്ലാവരും ഇവിടുന്ന് പോകാൻ റെഡിയല്ലേ? ഹോൾഡ് ഓൺ ടൈറ്റ്. ഹിയർ വി ഗോ. ഞാൻ യൂണിവേഴ്സ് മുഴുവനും അന്വേഷിച്ചു, അവനെ കിട്ടിയില്ല. അവനെ ബ്ലാക്ക് ഹോൾ എങ്ങാനും വിഴുങ്ങി കാണുമോ? അവൻ എവിടെ പോകാനാണ് സാധ്യത? എങ്ങനെ കണ്ടുപിടിക്കും?
ചീഫ് അവരെ കണ്ടുപിടിച്ചോ? എല്ലാ ഫോഴ്സിനെയും കൊണ്ടുപോകൂ ആൻഡ് ബ്രിങ് ദം ബാക്ക്. നമ്മളെന്തിനാ എങ്ങോട്ട് വന്നേ? എനിക്ക് ഓർമ്മയില്ലല്ലോ സാറേ. നിങ്ങൾ അവരെ പിടിക്കാനായിട്ടാണ് വന്നിരിക്കുന്നത്. വേഗം ചെല്ലൂ. വേണ്ട. Watch India's largest kids library only on Jio Hotstar. Download the app now.